ഹലോ ഫ്രണ്ട്സ്, ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിജയലക്ഷ്മി അമ്മ ഗീതുവിന് കൊടുക്കാനായിട്ടുള്ള ആ ഒരു ലെറ്ററൊക്കെ എഴുതി പൊതിഞ്ഞ് അവിടുത്തെ ഡ്രോവിൽ പൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് അവിടെ നിൽക്കുന്ന ഹെൽപ്പ് ചെയ്യണ ആ കുട്ടിയോടത്ത് പറയുന്നുണ്ട്, എനിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് ഗീതുവിന് മാത്രം അതിൻ്റെ കീ എടുത്തു കൊടുക്കണം, അത് ഗീതുവിനുള്ളതാന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ടിങ്ങനെ ആശ്വാസത്തിൽ വിജയലക്ഷ്മി അമ്മ ഇങ്ങനെ ആശ്വാസത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് ഗോവിന്ദും വരുണും രാധികാമ്മയും തമ്മിൽ സംസാരിക്കുന്നതാണ് കേട്ടോ. അതിൽ രാധികാമ്മയ്ക്ക് വിജയലക്ഷ്മി അമ്മ വന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ് കേട്ടോ. ഇവിടെ എന്തിൻ്റെ ആവശ്യമായിരുന്നു ഇങ്ങോട്ട് വിളിച്ച് കയറ്റേണ്ടത്, ഗീതുവാണ് മോനെ വിളിച്ച് കയറ്റിയത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. മാത്രമല്ല ആ സമയത്ത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഗീതു ഇങ്ങനെ പറയുന്നത്, വരുൺ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതൊക്കെ നമ്മുടെ വരുൺ ഗോവിന്ദന് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സമയം ഇവർ സംസാരിക്കുന്നത് നമ്മുടെ ഗീതു കാണുകയാണ് ചെയ്യുന്നത്. ശേഷം അങ്ങോട്ട് കയറി ചെന്നിട്ട് ഓരോന്ന് സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഗോവിന്ദന് വിജയലക്ഷ്മി അമ്മ വന്നത് ഇഷ്ടമേ അല്ലായിരുന്നു. ഇത് വിചാരിക്കും ആക്ട് ചെയ്യാണ് ഇങ്ങനെ ദേഷ്യത്തിൽ അവർ രണ്ടുപേരും വഴക്കുണ്ടാക്കുന്ന പോലെയൊക്കെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ആക്ട് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് കുറേ കാര്യങ്ങൾ ഗീതുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ഗോവിന്ദ് സംസാരിക്കുക. എന്നിട്ട് പിന്നെ ഗോവിന്ദ് ദേഷ്യം വന്ന് അകത്തേക്ക് കയറി ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആ ഗീതു അവിടുന്ന് പോവുകയാണ് ചെയ്യുന്നത് പുറകെ. ഈ സമയം രാധികാമ്മയും വരുണും പറയും, കണ്ടോ വെറും ഒരു ചായ വേണമെന്ന് പറഞ്ഞതിന് മാത്രമാണ് അവൻ ദേഷ്യപ്പെട്ടു പോയത്, അല്ലാണ്ട് വേറെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് അവൻ സംസാരിച്ചത്. ഇതിലെന്തോ ഉണ്ട്, നമുക്കെന്തായാലും അവരുടെ റൂമിൽ പോയി നോക്കാമെന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഇവരിനി അഭിനയമാണോ നമ്മുടെ മുമ്പിൽ കാണിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് രണ്ടുപേരും കൂടെ അങ്ങോട്ട് ചെല്ലുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുന്നതായിരിക്കും കാണിക്കുക. രാധികാമ്മയും വരുണും പക്ഷെ കേൾക്കുന്നത് അവർ തമ്മിൽ ശരിക്കും വഴക്കുണ്ടാക്കുന്നത് തന്നെ ആയിരിക്കും കേട്ടോ. ഗോവിന്ദ് പറയുന്നുണ്ട്, ഞാൻ നീ ഭാര്യയല്ലേ ഓർത്തിട്ടാണ് നിന്നെ സപ്പോർട്ട് ചെയ്തിട്ട് രാധികാമ്മയെ എതിർത്ത് സംസാരിച്ചത്, എനിക്ക് അങ്ങനെ വരുന്നത് ഇഷ്ടമല്ല എന്ന് നിനക്ക് അറിയില്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ വിജയലക്ഷ്മി അമ്മ വന്നത് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിക്ക് തന്നെയായിരിക്കും സംസാരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവർ തമ്മിൽ വഴക്ക് തന്നെയാണെന്ന് ഉറപ്പിക്കുകയാണ് വരുണും അതുപോലെ തന്നെ രാധികാമ്മയും. അങ്ങനെ ഗോവിന്ദ് ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കാണുമ്പോൾ അവസാനം നമ്മുടെ ഗീതുവിന് കരച്ചിൽ വരികയാണ് ചെയ്യുന്നത് കേട്ടോ. ആ സമയമായിരിക്കും ഗീതുവിൻ്റെ ഫോണിലേക്ക് വിലാസിനി കോൾ ചെയ്യുന്നത്. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ കാണാനില്ല, ഇതുവരെ വന്നിട്ടില്ല, എത്രയൊക്കെ തിരക്കാണെങ്കിലും എങ്ങനെയാണെങ്കിലും വേറെ നമ്പറിൽ നിന്നെങ്കിലും എന്നെ വിളിക്കുന്നതാണ്, എത്ര കുടിച്ചിരിക്കുകയാണെങ്കിലും വേറെ നമ്പറിൽ നിന്ന് വിളിച്ചു പറയും വരാത്തതിൻ്റെ കാര്യം ഇതുവരെ പറഞ്ഞിട്ടില്ല മോളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് സങ്കടം പറയാണ് കേട്ടോ. എന്നിട്ട് പിന്നെ വിനോദ് പറയുന്നുണ്ട്, അച്ഛൻ ആരെയോ ഭീഷണിപ്പെടുത്തുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട് എന്നുള്ള കാര്യം കേൾക്കുകയാണ് കേട്ടോ. ഫോണ് സ്പീക്കറിലിടും ഗീതു. അപ്പോൾ ഈ വിനോദ് ഇങ്ങനെ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഗീതവും ഗോവിന്ദൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ആ സമയം നമ്മുടെ രാധികാമ്മ വരുണും ഞെട്ടുകയാണ് ചെയ്യുന്നത് കേട്ടോ. എന്നിട്ട് പിന്നെ നമ്മുടെ ഗോവിന്ദ് പറയുന്നുണ്ട്, ഇന്ന് രാത്രി കൂടി നമുക്ക് നോക്കാം, എന്നിട്ട് കണ്ടില്ലെങ്കിൽ നാളെ എന്തായാലും നമുക്ക് പോലീസ് കേസ് കൊടുക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ രാധികാമ്മയും വരുണും അവിടുന്ന് മാറി നിന്ന് സംസാരിക്കുകയാണ്. ഇത്രയും നാൾ വിചാരിച്ചത് അവനെ തേടി ആരും വരില്ല, അവൻ എങ്ങോട്ടെങ്കിലും നാട് വിട്ട് പോയിട്ടുണ്ടാവും എന്നായിരുന്നു. പക്ഷേ ഗോവിന്ദ് നേരിട്ട് ഇടപെട്ട് അത് കേസ് കൊടുത്ത് അതെന്തായാലും അന്വേഷിക്കും, പിന്നെ നമ്മൾ പെട്ടുപോകും, പിന്നെ നമ്മൾ ജയിലിലാവും എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, അതിനേക്കാളും നല്ലത് അമ്മ എല്ലാം തുറന്ന് പറഞ്ഞ് ജയിലിൽ പോകുന്നതല്ലേ എന്നിങ്ങനെ വരുണ് അമ്മയെ കുറ്റപ്പെടുത്തി പറയാണ് കേട്ടോ. രാധികാമ്മയ്ക്ക് എതിരായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയും, എല്ലാം നിനക്കും വേണ്ടിയിട്ടല്ലേ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമായിരുന്നു ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനും എതിര് പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ജയിലിൽ പോവുകയാണെങ്കിൽ നീയും കൂടി പെടും എന്നൊക്കെ പറയുമ്പോൾ അവർ തമ്മിൽ വഴക്കുണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആര് പറഞ്ഞു ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പം നമ്മുടെ രാധികാമ്മ പറയുന്നുണ്ട്, നിനക്ക് ഈ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് പോലും ഞാൻ വാങ്ങിച്ചു തന്നല്ലേ, അല്ലാണ്ട് നിനക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള കഴിവ് പോലും ഇല്ലല്ലോ, നിൻ്റെ ഭാര്യയെ നിലക്ക് നിർത്താനുള്ള കഴിവ് പോലും നിനക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വരുണിനെ നല്ല രീതിക്ക് അപമാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ഇതിനൊക്കെയുള്ള മറുപടി ഞാൻ തരാം, ഇനി ഞാൻ രേഖയെ ഞാൻ പറയുന്ന എൻ്റെ ചൊൽപ്പടിക്ക് നിർത്തിയിട്ട് ഞാൻ എൻ്റെ സ്വന്തം കാലിൽ നിന്നിട്ട് തന്നെ ഇങ്ങോട്ടേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞ് നമ്മുടെ രാധികാമ്മയായിട്ട് പിണങ്ങി വരുൺ അവിടുന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ രാധികാമ്മ ആകെ സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് വല്ലാത്ത അവസ്ഥയിൽ നിൽക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. കൂടുതൽ വിശേഷങ്ങൾക്ക് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.